അനീഷിനെ ഇന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് അങ്ങനെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ കണ്ണാടിയുടെ മുമ്പ് നിങ്ങളുടെ മനസ്സ് തുറക്കുക എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ കണ്ട പോലെ തന്നെ. അപ്പൊ അനീഷ് മനസ്സ് തുറന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു, എല്ലാം പറഞ്ഞു ബിഗ് ബോസിന്റെ അടുത്ത്. അതുപോലെ തന്നെ അനീഷിന് തോന്നിയ ഇഷ്ടത്തിന്റെ കാര്യവും പറഞ്ഞു. അത് ഫേക്ക് ഒന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു ഇഷ്ടമാണ് അത് പറഞ്ഞു. പക്ഷെ അത് ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാനായിട്ട് പറ്റിയില്ല, അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ അനീഷ് അവിടെ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് പറയും, ബിഗ് ബോസ് ഞാൻ ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ബിഗ് ബോസ് എന്ന് കാര്യത്തിൽ. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, ഇല്ല എല്ലാം പറഞ്ഞു എന്ന കാര്യത്തിൽ. ഓൾ ദ ബെസ്റ്റ് അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനോട് വീട്ടിൽ ചോദിക്കാറ്, ശരിയായോ ബിഗ് ബോസ്, പെട്ടെന്ന് ഇത് സംസാരിച്ചത് കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഒരു ഡൗട്ട്, എല്ലാം ശരിയായോ ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ അനീഷ് ചോദിക്കുന്നു. മതിയോ ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ ചോദിക്കുവാണ്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു, ഓക്കെ ആണ് അനീഷ് എന്നുള്ള തരത്തിൽ, പോകാം എന്നുള്ള തരത്തിൽ പറയുന്നു. അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നു, താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വീണ്ടും പറയുന്നു ബിഗ് ബോസിന്റെ. ബിഗ് ബോസ് തിരിച്ചു പറയുന്നു, സ്വീകരിച്ചിരിക്കുന്നു അനീഷ് എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് വീണ്ടും പറയും. ഈ അനീഷയും ബിഗ് ബോസും തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധം, അവർ തമ്മിലുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോഴേക്കും നമുക്കത് രസകരമായിട്ട് തോന്നും. തുടക്കം മുതൽ ഇപ്പോൾ വരെയും അത് തന്നെയാണ്. കാരണം മറ്റാര് ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും നമുക്കൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ രസകരമായിട്ട് ഫണ്ണായിട്ടോ തോന്നുന്നില്ല. പക്ഷെ അനീഷ് ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ തന്നെ അതിനൊരു എവിടെയൊക്കെയോ ഒരു രസമുണ്ട് അത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ബിഗ് ബോസിന്റെ അടുത്ത് അങ്ങോട്ട് സംസാരിക്കുമ്പോഴും ബിഗ് ബോസിന് മറുപടി കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു സ്നേഹത്തോടു കൂടിയുള്ള അങ്ങോട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെയുള്ള ഉത്തരങ്ങളും ഒക്കെ തന്നെ ഇതുവരെ ഉള്ള സീസണുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനോട് ഇത്രയധികം കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവത്തില്ല. അത് അനീഷ് തന്നെ ആയിരിക്കും എന്നതിനകത്ത് ഒരു സംശയമില്ല. അത് ബിഗ് ബോസിന് തന്നെ ഉറപ്പുണ്ടത്. എന്നിട്ട് അനീഷ് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഷാനവാസൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പൊ അനീഷ് എന്തിനാണ് അങ്ങോട്ട് മാറിപ്പോയതെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ അവർ ചോദിക്കുമ്പോഴേക്കും അനീഷ് ഒന്നും പറയുന്നില്ല. അനീഷ് പറയുന്ന ഒരു സീക്രട്ട് ടാസ്ക് ആണ് എന്നുള്ള കാര്യത്തിൽ ഷാനവാസിന്റെ. അപ്പൊ ഷാനവാസ് അത് അറിയാനായിട്ട് ഭയങ്കര ഒരു കൊതിയോടെ ഇരിക്കുന്നു. അപ്പൊ അനീഷ് പറയുന്നത് സീക്രട്ട് ടാസ്ക് ആണ്, സീക്രട്ട് ടാസ്ക് ആണ് എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അവിടെ ഉള്ളവരും ചോദിക്കുന്നു, അനീഷ് പറയുന്നില്ല. അപ്പൊ അനീഷ് തന്നെ പറയുന്നു, എനിക്കും സീക്രട്ട് ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമില്ലേ എന്നുള്ള തരത്തിൽ അനീഷ് പറയുവാണ്. ശരിയാണ്, അനീഷ് ഇതിന് മുന്നും പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്കൊരു സീക്രട്ട് ടാസ്ക് ഇതുവരെയായിട്ട് തന്നില്ല, പോകുന്നതിന് മുന്നേ എനിക്ക് തരുമോ എന്നുള്ള തരത്തിൽ അനീഷ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അനീഷിന് ആ ഒരു അവസരം കിട്ടിയില്ല ഇതുവരെയായിട്ട് സീക്രട്ട് ടാസ്ക് ചെയ്യാനായിട്ട്. ഈ ഒരു തരത്തിൽ പറഞ്ഞെങ്കിലും അനീഷ് അങ്ങ് ആശ്വാസം കൊള്ളുകയാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.